ഹായ്. അപ്പം നിബു നിച്ചും സ്കൂളിലും പോയിട്ടുണ്ട്, ഇക്ക ഷോപ്പിലും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല് ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളാണ് ഞാൻ മോറാൻ നിൽക്കുന്നത്. അപ്പോൾ ഓലെ രണ്ടാളും ഞാൻ ബസ്സൊക്കെ കയറ്റി കൊടുത്തുകൊണ്ട് വന്നുകൊണ്ട് കേട്ടോ ഈ പണി എടുക്കാൻ നിൽക്കുന്നത്. പിന്നെ വന്നേക്കിനെ കുട്ടികളെ രണ്ടാളെയും കൊണ്ടാക്കി വന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉമ്മാട് വർത്താനം പറഞ്ഞു. അങ്ങനെ ഒന്ന് കുറച്ച് നേരം വൈകി ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു മിഠായി കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇരുന്ന് കണ്ട് ഇങ്ങനെ കഴിക്കലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മിഠായി കേട്ടോ. അതേപോലെ തന്നെ ഈത്തപ്പഴമാണ് ഞാൻ എപ്പോഴും കഴിക്കൽ. ഈ ഈത്തപ്പഴത്തെ മുഴുവൻ ഞാൻ തന്നെ കേട്ടോ കഴിച്ചിട്ടില്ലത്. കാരണം എനിക്കിഷ്ടപ്പെട്ട ഈത്തപ്പഴമാണിത്. ഈ ഈത്തപ്പഴം മക്കളൊന്നും കഴിക്കൂല. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം ഇക്കാക്കും വേറെ ഈത്തപ്പഴം കേട്ടോ ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ കഴിക്കണതാണ്. അതൊക്കെ പണീൻ്റെ ഇടയിൽ കൂടിയേ. അങ്ങനെ അടുക്കളൊക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വർക്കേരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. വർക്കേരി ഇതാക്കൊണ്ട് ഞാൻ കമ്പിച്ചണ്ടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ചുറ്റുഭാഗം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് ഞാൻ ഈ തുടക്കണത്. അങ്ങനെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിറക് അടുപ്പത്ത് തന്നെയാണ് ഞാൻ ചോറ് എന്നും വെക്കലേ. അതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് ഇവിടെ കഴുകി വൃത്തിയാക്കിയപ്പോൾ ഞാൻ ചോറ് അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിന്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ കൊടുന്ന് വെച്ചിട്ടോ. പിന്നെ അതിന് ശേഷം കുട്ടികൾ സ്കൂളിട്ട് വരാൻ നേരത്തെ ഞാനിതങ്ങനെ സോസേജ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾ മാത്രമേ അത് കഴിക്കുള്ളൂ. ഞാനും ഇക്കൊന്നും അത് കഴിക്കലില്ല കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടത്. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് നിബു നീച്ചു സ്കൂളിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നെങ്ങനെ ആക്കണു ടാബും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ടാബ് വന്നുകാണ്ട് വാങ്ങിക്കാണ്ട് ഓർക്കിത് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അത് കണ്ടേക്കിനെ നീച്ചുവിൻ്റെ മുഖത്തൊരു ചിരി കേട്ടോ. നമ്മൾ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേന് ഇത് ഉണ്ടാക്കി വെക്കൊണ്ടു എന്നൊക്കെ. അപ്പോൾ അതാണ് ആ ചിരിയോളം മുഖത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.